അയ്യപ്പൻ ചേട്ടന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. ഈ സർക്കാർ നടപടികളെന്നൊക്കെ പറഞ്ഞാ എപ്പോഴും ഇങ്ങനെ. ആരും സമ്മതിക്കാഞ്ഞിട്ടാ. ഇല്ലെങ്കിൽ ഈ വീട് വിറ്റെങ്കിലും ഞാൻ അവളെ സ്വന്തമാക്കിയാനെ. അല്ല മാഷെ, ഇനി അവളെ തിരിച്ചു കിട്ടാൻ ഒരു വഴിയില്ലേ? അതത്ര എളുപ്പമുള്ള കാര്യമല്ല. ദേവസ്വത്തില് എക്സ്പീരിയൻസ് ഉള്ള ഒരു പാപ്പാനെ വേണമെന്ന് പറഞ്ഞ് ഇന്നത്തെ പത്രത്തിലൊരു പരസ്യമുണ്ട്. ആശാന് താല്പര്യമുണ്ടെങ്കിൽ. വയ്യ മാഷെ, കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഇനി എങ്ങും പോണില്ല. മിസ്റ്റർ ഫിലിപ്പോസ്, സർക്കാരിന്റെ കയ്യിൽ പണമില്ലെന്ന് പറഞ്ഞ് ആനയെ പട്ടിണി കിടാൻ പറ്റൂ? അതാണെങ്കിൽ ഏതു നേരവും കിടന്ന് കരച്ചില്ല, വിശന്നിട്ട്. ആനവയറല്ലേ സാർ? പട്ടിണി കിടന്നങ്ങാൻ ചത്തുപോയാ മൃഗസംരക്ഷണ വകുപ്പുകാർ വെറുതെ വിടുവോ? എൻക്വയറി, എക്സ്പ്ലനേഷൻ, സസ്പെൻഷൻ, ആകെ പ്രോബ്ലംസ് ആയിരിക്കും. ഇതാണ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത ഡെയിലി റേഷൻ. ഇത്രയും ദിവസം ഈ ലിസ്റ്റ് അനുസരിച്ച് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്ത് ഞാനാ. ആ പൈസ പോലും സർക്കാരിന് തിരിച്ചു കിട്ടാൻ ഇനി എത്ര എഴുത്തുകൂത്ത് നടത്തണം? മാത്രമല്ല, വീടും പറമ്പും മുഴുവൻ നശിപ്പിച്ചു. വീട്ടുകാർക്ക് സമാധാനമായിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. ആ നിലയ്ക്ക് ഇനിയും അതിനെ നിർത്തിക്കൊണ്ടിരുന്ന. യു ആർ കറക്റ്റ്. ആനയുടെ ചെലവ്, പാപ്പാന്റെ ചെലവ് ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടും ഇതിനെ ലേലം ചെയ്യുന്നതാണ് നല്ലത്. നാളെയാ ലേലം വെച്ചിരിക്കുന്നത്. ആരെങ്കിലും ലേലത്തിൽ പിടിച്ചാ പിന്നെ അയ്യപ്പനാശാന് ആനയെ തിരിച്ചു കിട്ടുന്ന പ്രശ്നമില്ല. അതിപ്പോ ആരും പിടിച്ചില്ലെങ്കിലും അയ്യപ്പനാശാൻ എങ്ങനെ ആനയെ തിരികെ കിട്ടുന്നത്? അത് പിന്നത്തെ കാര്യമല്ലേ, അപ്പൊ ആലോചിക്കാം. തൽക്കാലം ലേലം പൊളിക്കാനുള്ള എന്തെങ്കിലും വഴിയുണ്ടേ പറ. ലേല സ്ഥലത്തിന് തീ വെച്ചാലോ? പോടെ, മണ്ടത്തരം പറയാതെ. ഒരു ഐഡിയ ഉണ്ട്. ഇനി വന്നേ. എങ്ങനുണ്ട്? അത് കൊള്ളാം. എല്ലാം വിശദമായി അന്വേഷിച്ചു. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചു. ആകെ 3 പാർട്ടീസേ ലേലത്തിനായിട്ട് എത്തിയിട്ടുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം വെറുതെ കാണാൻ വന്നിരിക്കുക. ആന ലേലം ആദ്യമായിട്ടല്ലേ നടക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ പോവാം. എന്താ വിനയ, നിനക്ക് ഇത്രയും പെട്ടെന്ന് ഒരു മനംമാറ്റം? എത്ര രൂപ മുടക്കിയാലും ആനയെ ലേലത്തിൽ പിടിച്ച് അടങ്ങുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോ എന്തൊക്കെ പറ. ഞാൻ ആനയെ കുറിച്ച് വിശദമായി അന്വേഷിച്ചു. ശരിയാവൂല. 3 പാപ്പാമാരെ ചവിട്ടിക്കൊന്നാണ് ഈ ആന. മാത്രമല്ല, ഈ ആനയെ ആര് മേടിക്കുന്നു അവർ 1 മാസത്തിനകം തട്ടിപ്പോകുന്ന. അങ്ങനെയാണെങ്കിൽ ഈ ആനയെ വാങ്ങാൻ പോണ നിർഭാഗ്യവാനെ കണ്ടിട്ടേ ഞാൻ ഇവിടുന്ന് പോകൂ. പോയി പാ. കുഴപ്പമുള്ള ആനയായതുകൊണ്ട് വളരെ വില കുറച്ച് കിട്ടുമെന്ന തഹസിൽദാർ പറഞ്ഞു. എന്ത് കുഴപ്പം? ആരോടും പറയരുതെന്ന് തഹസിൽദാർ പ്രത്യേകം പറഞ്ഞ. എന്തോ മാരകമായ അസുഖമുള്ള ആന. ഇപ്പോഴത്തെ പാപ്പാന്റെ 3 കുട്ടികളെ ചവിട്ടി കൊന്നിട്ടുള്ള. എന്റെ ദൈവമേ, കണ്ടാൽ ആരെങ്കിലും പറയൂ? പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് വാങ്ങാനും ഏതെങ്കിലും മണ്ടന്മാര് കാണും. അയ്യപ്പനാശാനെ, അയ്യപ്പനാശാനെ, ഒന്ന് ഓടി വന്നേ. എന്താ? നമ്മൾ രക്ഷപ്പെട്ടു. എങ്ങനെ? ആന അയ്യപ്പനാശാനെ തന്നെ കിട്ടും. നേരോ? ആനയെ ലേലത്തിൽ പിടിക്കാൻ ആരുമില്ലായിരുന്നു. ഒടുവിൽ ആനയെ അയ്യപ്പനാശാനെ തിരിച്ചേൽപ്പിക്കാൻ തീരുമാനമായി. എന്റെ ഭഗവതി. ആനയെ നിങ്ങൾക്ക് കയറാൻ ഉത്തരവായിരിക്കുന്നു. അപ്പൊ തവണ അടക്കണ്ടേ സാർ? അതൊക്കെ കാശ് കിട്ടുമ്പോ സൗകര്യം പോലെ അടച്ചാൽ മതി. സന്തോഷായല്ലോ. പിന്നെ വേറൊരു കാര്യം, ആനയുടെ പരിപൂർണ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. ആനയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ ഉത്തരവാദി നിങ്ങളായിരിക്കും. അതുകൊണ്ട് ആനയെ നന്നായിട്ട് നോക്കണം. അപ്പൊ നിങ്ങൾ വരട്ടെ. ഓക്കെ, വരട്ടെ അച്ഛനെ. ഇപ്പൊ നിന്റെ പിണക്കൊക്കെ മാറിയില്ലേ? എന്റെ മോളെ പുഴയെ കൊണ്ടുപോയി കുളിപ്പിച്ച് ഞാനൊരു സുന്ദരിയാക്കും. പിന്നെ അയ്യ, പിന്നെ മാഷെ, ഒന്നിങ്ങോട്ട് വരിക.
കർത്താവായിരിക്കുമ്പോ എന്താ ചേർക്കണ്ടെന്ന് പറഞ്ഞേ? ഹും. നിന്നോട് ചോദിച്ചില്ല. അപ്പോ തും കർത്താവായിരിക്കുമ്പോഴോ? ഹും ഏ ഹോ. അത്യാവശ്യം പറയാനുള്ള ഹിന്ദിയൊക്കെ ഞാൻ പഠിച്ചു കഴിഞ്ഞു. അതുമല്ല, ഇവിടെ പ്രായം തികഞ്ഞു നിൽക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ആളുകളെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. ഞാൻ പോകുന്ന കാര്യം ചോദിക്കാനിരിക്കായിരുന്നു. ഇന്ന് തന്നെ പോയിക്കൊള്ളാം. എന്റെ മകളുടെ കല്യാണം 4 ആൾ അറിയേ ഈ വീട്ടുമുറ്റത്ത് വെച്ച് നടത്തണമെന്നാ ഞങ്ങളുടെ ആഗ്രഹം. മാഷക്ക് എന്റെ മോളെ കെട്ടാൻ ഇഷ്ടമാണോ? അത് ഞാൻ എന്തേ ഇഷ്ടമില്ലാന്നുണ്ടോ? അയ്യോ അതല്ല. പിന്നെ അത് മാഷിനെ കണ്ട അന്ന് മുതലേ എനിക്ക് നല്ല ഇഷ്ടായി. കല്യാണം നമുക്ക് ഉടനെ നടത്തണം. നാളെ തന്നെ പോയി മാഷ് വീട്ടിട്ട് വാ. ഇപ്പൊ തന്നെ പോവാം. ഇന്നിപ്പോ സമയം എത്രയായില്ലേ? നാളെ പോയാ മതി. വേണ ഇപ്പൊ തന്നെ പോയിക്കോട്ടെ. കൽ ജാനേമേം ബോൽത്താ. आज जाने में क्या तकलीफ है? जाओ मास्टर जी. माँ, बाप, मास्टर जी, खाना तैयार है, आइए. ഇപ്പൊ എങ്ങനെയുണ്ട് മാഷേ? ഇതൊരു ഹിന്ദി കുടുംബം അല്ലെന്ന് ആരാ പറയാ? देखो देखो ദേക്കോ ദേക്കോ പോടി അവിടുന്ന്. सॉरी मास्टर जी. ഏ? എടാ, നിന്നെ ഇന്ന് ഞാൻ കൊല്ലുടാ. കട്ടറും പോയിട്ട് ആനയെ കൊല്ലാൻ നടക്കുന്നു. ഇതായിരുന്നു കയ്യിലിരിക്കണേ. അയ്യോ. പൊയ്ക്കോ. നിന്നെ ഇനി ഇവിടെ അങ്ങനെ കണ്ടാലുണ്ടല്ലോ. എന്താണോ നോക്കുന്നത്? എഴുതിട്ട് പോടാ. കണ്ടോ, മാഷ് പോവാൻ എത്ര നന്നായി. വരൂ മാഷെ, വരൂ. ആ മാഷ് പോയോ? മാഷോ? അയ്യടാ, പിന്നെ നമ്മുടെ വിനയൻ. ആ വിനയം പോയോ? അത് രാവിലെ തന്നെ പോയല്ലോ. നോക്കൂ നോക്കൂ. നോക്കിക്കൊണ്ടല്ലേ ഇരിക്കണേ. വിനയൻ ഇന്നലെ രാത്രി ഉറങ്ങിട്ടേ ഇല്ലെന്നാ തോന്നണേ. അതെന്താ? വീട്ടുകാരെ വിളിച്ചോണ്ട് വരാനുള്ള തിടുക്കായിരിക്കും. ആഹാ. അച്ഛാ, നമ്മുടെ വിദ്യക്ക് നല്ല സുഖമില്ലെന്ന് തോന്നുന്നു. ഒരു ഉഷാറില്ല. എന്തോ പറ്റിയതുപോലെ.
എനിക്കും സംശയമില്ലാതില്ല. 2 ദിവസമായിട്ട് ഞാനും ശ്രദ്ധിക്കുന്നുണ്ട്. നേരെ കേട്ടോ, എനിക്കും തോന്നി. ഇനിയിപ്പോ കുരുത്തം കേട്ടോ വാസു വല്ലതും. ഈ ആനയുടെ വയറ്റില് മുഴുവൻ നീരാ, ഉള്ളില് പഴുപ്പുണ്ട്. ഒരു കാര്യം ചെയ്യാ, ഈ പച്ചലരച്ച് ശർക്കര ചാലിച്ചിട്ട് ഒരു 3 നേരമായിട്ടൊന്ന് കൊടുത്തു നോക്കുക. എന്നാലും വലിയ പ്രയോജനം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. രാഘവൻ നായരും കൂടി കൈയൊഴിയാണ്. ഇപ്പൊ നായരെ, എന്നെ കൊണ്ടാവുന്നതല്ലേ പറ്റൂ. ഞാൻ പറയുന്നതുകൊണ്ട് അയ്യപ്പനായർ വിഷമിക്കരുത്. ഈ ആന രക്ഷപ്പെടാന്ന് വെച്ചാ വളരെ പ്രയാസാണ്. ഒരു കുറവും കാണില്ലല്ലോ. എനിക്ക് അവളെ കാണാൻ വയ്യാത്ത. ആ മരുന്ന് ഒരു പ്രാവശ്യം കൂടെ കൊടുക്കായിരുന്നില്ലേ? എല്ലാം കൊടുത്തു. അയ്യോ അയ്യോ, എനിക്ക് എന്താ ചെയ്യാം? എനിക്ക് ആകെ തളരണ പോലെ തോന്നുന്നു. കുറച്ചു നേരം ഒന്ന് കിടന്നോളൂ. ഈശ്വര, ശ്ശോ. എൻ്റെ അമ്മേ. അയ്യോ ഭഗവതി, അയ്യോ, എന്റെ ഭഗവാനെ. അയ്യോ, എന്താ? എന്റെ ഈശ്വര, ഇനി നോക്കി നിന്നിട്ട് കാര്യമില്ല മാധവി. പിന്നെ എന്ത് ചെയ്യും? ഞാൻ പോയി ഡോക്ടറെ വിളിച്ചിട്ട് വരാം. വരും. പ്രസവിച്ചത് കണ്ടോ? എന്റെ പൊന്നി ചക്കരക്കുട്ടനാ. നീ എത്ര നീങ്ങട് ഓട പൊന്നെ. എടാ ഇങ്ങോട്ട് വരാൻ കുസൃതി. എന്റെ പൊന്നി ചക്കര ഓട പൊന്നെ. എടാ ഇങ്ങോട്ട് ഓടാ വരാൻ. വെള്ളം നിന്നെ ഞാൻ ഊഞ്ഞാലാട്ടാം. അച്ഛനും അമ്മയാണ്. നമസ്കാരം. വരൂ വരൂ, അകത്തോട്ട് ഇത് കണ്ടോ മാഷേ?
ഇതാണ് ഗജകേസരി യോഗം.